എപ്പോഴും പേഷ്യൻസ് പറയുന്നതാണ്, ഞാൻ ഡ്രൈനെസ്സിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഡ്രൈനെസ് വരുന്നതെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അറിഞ്ഞിട്ടാണോ നമ്മൾ ചികിത്സ തേടുന്നത്? ഇത്തരത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് ഡ്രൈനെസ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. ഒക്കുലർ സർഫസ് ഡിസീസസ് എക്സാമിനേഷൻ പ്രോസസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നതെല്ലാം. അതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന്റെ ആൻസേഴ്സ് കാണണം. എന്നാൽ മാത്രമേ കമ്പ്യൂട്ടർ ഓർ ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാൻ പ്രോംപ്റ്റ് യു വാട്ട് ആർ ഓൾ ദ കണ്ടീഷൻസ് ഫെസിലിറ്റേറ്റിംഗ് ഡ്രൈനെസ്. അത് കൂടാണ്ട് വരുന്നതാണ് നോൺ ഇൻവേസീവ് ബ്രേക്കപ്പ് ടൈം. നോൺ ഇൻവേസീവ് ബ്രേക്കപ്പ് ടൈം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, നമ്മളുടെ കണ്ണ് പല പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ മൾട്ടിപ്പിൾ ഡ്രൈ സ്പോട്ട്സ് ഉണ്ടാവുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് നോൺ ഇൻവേസീവ് ബ്രേക്കപ്പ് ടൈം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ടിയർ ഹൈറ്റ് ആണ്. അതിനൊരു മെഷർമെൻ്റ് ഉണ്ട്, നമ്മളുടെ കണ്ണിൽ എത്ര ടിയർ സെക്രീഷൻ അവിടെ റീറ്റെയിൻ ചെയ്യണമെന്ന്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കണ്ണിൽ 3 ലെയേഴ്സ് ഉണ്ട്: ലിപ്പിഡ് ലെയർ, അക്വസ് ലെയർ ആൻഡ് മ്യൂസിനസ് ലെയർ. അതിൽ ലിപ്പിഡ് ലെയറിൻ്റെ ഫങ്ഷനാലിറ്റി കാണിക്കുന്നതാണ് ഈ ടെസ്റ്റ് കാണിക്കുന്നത്. ഇവിടെ കാണുന്നത് എന്താണെന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ പോളയിലുള്ള ഒരു ഗ്രന്ഥിയാണ്, ദാറ്റ് ഈസ് കോൾഡ് മെബോവിയൻ ഗ്ലാൻഡ് എന്ന് പറയും. ആ മെബോവിയൻ ഗ്ലാൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്. നോർമലി വി വോണ്ട് ബി ഏബിൾ ടു ഡിറ്റക്ട് ദാറ്റ്. അതാണ് ഈ അനലിറ്റിക്കൽ സ്റ്റഡി കൊണ്ട് നമ്മൾ കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ എഡ്ജസിൽ വരുന്ന ഡിസീസസ് ഉണ്ട്, ബ്ലഫറൈറ്റിസ്, മെബോബിനൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് ക്ലിയർലായിട്ട് നമ്മളത് ഡിറ്റക്ട് ചെയ്യുകയാണ്. Then this shows the blink quality. നമ്മൾ 1 മിനിറ്റിൽ ഇത്ര പ്രാവശ്യം സ്വതവേ ഒരാൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾക്ക് എത്ര കുറവാണ്, ആ ബ്ലിങ്കിൻ്റെ റേറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, ബ്ലിങ്ക് റേറ്റ് എങ്ങനെയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ ബ്ലിങ്ക് എത്രയാണ്, അത് കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ബ്ലിങ്ക് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്ലൂറിസൻ ബ്രേക്കപ്പ് ടൈമാണ്. യു ക്യാൻ സീ മൾട്ടിപ്പിൾ ബ്രേക്സ് ആർ ഹാപ്പനിങ്. അപ്പോൾ ഇത് 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 20 സെക്കൻഡിൽ അല്ലെങ്കിൽ 30 സെക്കൻഡിൽ എത്ര പ്രാവശ്യം നമുക്ക് വരുന്നെന്നുള്ളത് കൃത്യമായിട്ട് അനലിറ്റിക്സ് സ്റ്റഡി നമുക്ക് കിട്ടുകയാണ്. സോ നൗ ഡേയ്സിലെ നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടിട്ട് നമുക്ക് ഈ ഡ്രൈ ഐ എന്തുകൊണ്ടാണ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്, ഏത് ഫാക്ടറാണ് നമ്മൾക്ക് ഡ്രൈ ഐസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അതിനെ സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് നിയർലി 50% ഓഫ് ദ ഡ്രൈനെസ് ഉണ്ട്. അതിൻ്റെ ഏത് ഫാക്ടേഴ്സാണ് ഹയർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസൃതമായിട്ടുള്ള മരുന്നുകൾ ചെയ്യാൻ പറ്റും, അതനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രൈ ഐയുടെ കോസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി മോർ സ്പെസിഫിക് ആൻഡ് മോർ റിസൾട്ട് ഓറിയൻറ്റഡ്. സോ ദാറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗൈഡഡ് ഡ്രൈ ഐ മാനേജ്മെൻറ്റ് സിസ്റ്റം.